നമുക്കിന്നേ ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ 2-3 സ്റ്റീം ചെയ്തെടുക്കുക. അതിന് ശേഷം അത് ചൂടാറുമ്പോൾ നല്ല പോലെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതായത് അതിൻ്റെ ആ കൊറ്റനിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം മുഴുവൻ നമുക്ക് വേണം. എന്നിട്ട് നമ്മളതിലേക്ക് ചൂടൊക്കെ ആറി വന്നപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു. ഇനി അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുക്കാനായിട്ട് കുറച്ച് നെയ്യിട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അണ്ടിപ്പരിപ്പ് എടുത്ത നെയ്യിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം ഒരു നൂൽ പരിവൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല പോലെ കുറുതായി വരും. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നെയ്യ് തടവി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളുത്തെള്ളും കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. 2 മണിക്കൂർ നേരം റൂം ടെമ്പറേച്ചറിലാവണ വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാൻ നല്ല ടേസ്റ്റുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള അടിപൊളി ബീറ്റ്റൂട്ട് ഹൽവ തയ്യാർ.